ഡ്രീം ഫോഴ്സ് ക്രിയേറ്റീവിൻ്റെ ഫിലിം റിവ്യൂയിലേക്ക് സ്വാഗതം. ആനന്ദ് ശ്രീബാല പേര് കേട്ടാൽ ഒരു ലവ് സ്റ്റോറിയാണ് തോന്നുമെങ്കിലും ആ സിനിമ ഒരു ക്രൈം മിസ്റ്ററി ത്രില്ലറാണ്. അർജുൻ അശോകൻ, അപർണ ദാസ്, സംഗീത, സൈജു കുറുപ്പ് തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങളിൽ എത്തുന്നത്. ഈ സിനിമ ഒരു മർഡർ മിസ്റ്ററിയാണ് പറഞ്ഞു പോകുന്നതെങ്കിലും അമ്മ മകൻ ബന്ധം വളരെ ശക്തമായി ഇതിൽ പറയുന്നുണ്ട്. ഡയറക്റ്റഡ് ബൈ വിഷ്ണു വിനയ്. തിരക്കഥാ സംഭാഷണം അഭിലാഷ് പിള്ളയാണ്. വിഷ്ണു വിനയ് സംവിധായകൻ വിനയന്റെ മകൻ കൂടിയാണ്. അദ്ദേഹം വളരെ കയ്യിറക്കത്തോടുകൂടി തൻ്റെ ആദ്യ സിനിമ സംവിധാനം ചെയ്യുന്നത് വിജയിച്ചിട്ടുണ്ട്. കഥയിലേക്ക് വന്നാൽ ശ്രീബാല എന്ന പോലീസ് കോൺസ്റ്റബിളിൻ്റെയും അവരുടെ മകൻ ആനന്ദിൻ്റെയും ബന്ധത്തിലൂടെ ഒരു ദുരൂഹ സാധ്യതയുള്ള ഒരു മരണത്തിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് സംവിധായകനും തിരക്കഥാകൃത്തും ഈ സിനിമയിലൂടെ. ആ കാര്യത്തിൽ അവർ ഏറെക്കുറെ വിജയത്തിൽ എത്തിയിട്ടുമുണ്ട്. എടുത്തു പറയേണ്ടത് അഭിലാഷ് പിള്ളയുടെ രചനാ മികവും വിഷ്ണു വിനയുടെ സംവിധാന മികവും തന്നെയാണ്. രഞ്ജിൻ രാജിൻ്റെ സംഗീതവും പശ്ചാത്തല സംഗീതവും സിനിമയെ അതിൻ്റെ ത്രില്ലർ മൂഡ് നിലനിർത്തുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. വെള്ളിമൂങ്ങ, മാളികപ്പുറം, ആട് തുടങ്ങിയ നിരവധി ഹിറ്റ് സിനിമകളുടെ പുറകിൽ ക്യാമറ ചലിപ്പിച്ച വിഷ്ണു നാരായണനാണ് ഇതിൻ്റെ ക്യാമറ വർക്ക് നിർവഹിച്ചിരിക്കുന്നത്. അദ്ദേഹം തൻ്റെ ജോലി നന്നായി നിർവഹിച്ചിട്ടുണ്ട്. സിനിമയുടെ പ്രമേയത്തിനനുസരിച്ചുള്ള ലൈറ്റിങ്ങും കളർ പാറ്റേണും നിശ്ചയിക്കുന്നതിൽ അദ്ദേഹം വിജയം കണ്ടെത്തിയിട്ടുണ്ട്. സമീപകാലത്ത് ഇറങ്ങിയ ഇത്തരം ത്രില്ലർ സിനിമകളുടെ ഫോർമാറ്റിൽ നിന്ന് ഒന്ന് വിട്ടുപിടിക്കാൻ ഈ സിനിമ ബോധപൂർവ്വം ഒരു ശ്രമവും നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയ്ക്ക് അർഹമായ പ്രേക്ഷക പരിഗണന കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് സംശയമാണ്. സൈജു കുറുപ്പ് സമീപകാല സിനിമകളിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു കഥാപാത്രമാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സമീപകാല സിനിമകൾ അധികവും കോമഡിക്ക് പ്രാധാന്യമുള്ള വേഷമായിരുന്നെങ്കിൽ ഇതിലെ പോലീസ് വേഷം വളരെ നാളുകൾക്ക് ശേഷം അദ്ദേഹത്തിന് തന്നെ റിലീഫ് ആകാനാണ് സാധ്യത. മറ്റുള്ള താരങ്ങളെല്ലാവരും, സിദ്ദിഖ് അടക്കമുള്ള താരങ്ങളെല്ലാവരും വളരെ മികച്ച പ്രകടനമാണ് ഈ സിനിമ നടത്തിയിരിക്കുന്നത്. ഇതൊക്കെയാണെങ്കിലും ഈ സിനിമയെ പ്രേക്ഷകർ അതിനർഹമായ രീതിയിൽ പരിഗണിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എൻ്റെ ഉത്തരം. എന്തുകൊണ്ടാണ് അതിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ നമുക്ക് മറുപടിയില്ല. പക്ഷേ ഈ സിനിമ കുറച്ചുകൂടി പ്രേക്ഷക പരിഗണന അർഹിക്കുന്നുണ്ട്. സമീപകാലത്ത് ഇറങ്ങിയ ത്രില്ലർ സിനിമകളിൽ ആനന്ദ് ശ്രീബാല വളരെ മെച്ചപ്പെട്ട ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ആകെ മൊത്തം ഈ സിനിമ പ്രേക്ഷകരുടെ തിയേറ്ററിലെ പങ്കാളിത്തം കുറച്ചുകൂടി അർഹിക്കുന്ന ഒരു മികച്ച സിനിമയാണ്. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ. ഏറ്റവും പുതിയ സിനിമാ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.